ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലാണ് കേരള പോലീസിന്റെ. കൊച്ചി പോലീസ് സംഘമാണ്, കൊച്ചി സെൻട്രൽ പോലീസ് സംഘമാണ് വയനാട്ടിലെത്തി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. അല്പസമയം മുമ്പാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർണായകമായ ഒരു കസ്റ്റഡിയാണ്. ഇനിയിപ്പോൾ അറസ്റ്റിലേക്ക് പോകും. നിയമ നടപടികൾ ബോബി ചെമ്മണ്ണൂർ തുടരും. ഇന്ന് തന്നെ ഒരുപക്ഷെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂവ് ചെയ്തില്ലെങ്കിൽ അറസ്റ്റ് ഇപ്പോൾ തന്നെ ഇന്ന് രേഖപ്പെടുത്തുമെന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതിനുള്ള നിയമവശങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം വളരെ പെട്ടെന്ന് ഈ ഒരു ഇത്തരം വിഷയങ്ങളിൽ അധിക്ഷേപ പരാമർശങ്ങളിൽ വളരെ വേഗത്തിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത്രത്തോളം കോൺട്രവേഴ്സിയായ പൊതുസമൂഹം ചർച്ച ചെയ്ത ഒരു കേസായി ഇത് മാറിയിരുന്നു. തുടർച്ചയായി ഒരു നടിയെ വനിതയായ ഒരു നടിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുക എന്നുള്ളത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അധിക്ഷേപിക്കുക, ഈ പ്രശ്നമുണ്ടായിട്ടും പരാതി വന്നിട്ടും വീണ്ടും അധിക്ഷേപം തുടരുക, ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് നടപടി ഉണ്ടായത്. നവമി കൊച്ചിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായോ? ശക്തമായി തന്നെ പോലീസ് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരം വിവരങ്ങളാണോ നമുക്ക് ലഭിക്കുന്നത്? തീർച്ചയായും രഞ്ജിത്ത്, ശക്തമായിട്ടുള്ള കടുത്ത നടപടികളുമായി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്നത്. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് എന്ന ഘട്ടത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനോടകം മുൻകൂർ ജാമ്യത്തിനായി ബോബി ചെമ്മണ്ണൂരിന് നീങ്ങാമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തടഞ്ഞുകൊണ്ടാണ് ആസൂത്രിതമായിട്ടുള്ള ഒരു പ്ലാൻ തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ഇപ്പോൾ അറസ്റ്റ് ഇനി വയനാട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്രയും വേഗം എത്തിക്കുമെന്നാണ് ACP ജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റിലേക്കും കടക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇത്രയും വേഗത്തിൽ പോലീസ് ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ കഴിയും. നമുക്ക് മുന്നിലുള്ള ഇതിനു മുൻപിൽ പല ഉദാഹരണങ്ങളുമുണ്ട്. ഇത്തരത്തിൽ നടന്മാർക്കെതിരെ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്കെതിരെ വരുന്ന ആരോപണങ്ങളിലൊന്നും പോലീസിന്റെ മെല്ലെപ്പോക്ക്, അത് പലതരത്തിലുള്ള സമ്മർദ്ദത്തിന്റെയൊക്കെ ഫലമായിരിക്കാം, ഒരു മെല്ലെപ്പോക്ക് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ അത്തരത്തിലായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ അതിവേഗമായിട്ടുള്ള ഒരു നീക്കം. ഇന്ന് രാവിലെയോടുകൂടി വയനാട്ടിലെ ബോബി ചെമ്മണ്ണൂരിന്റെ റിസോർട്ടിലെത്തുന്നു. അതിനുശേഷം കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും. അതിനിടയിൽ ബോബി ചെമ്മണ്ണൂരിന് അഭിഭാഷകനെ കാണണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് നിയമസഹായം വേണമെന്നൊക്കെ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഏത് രീതിയിലാണ് പോലീസിന്റെ അടുത്ത നീക്കമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. മുൻകൂർ ജാമ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒളിവിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളെയും പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് സെൻട്രൽ പോലീസിന്റെ ഈ ഒരു നീക്കം. എന്തായാലും ഹണി റോസിനെതിരായിട്ടുള്ള അധിക്ഷേപ പരാമർശത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഇത്തരത്തിലുള്ള പരാമർശം അത് നമ്മൾ പല വേദികളിലും കണ്ടതാണ്. ഒരു പൊതു ചടങ്ങിൽ ആദ്യമായി ഹണി റോസിനെ അപമാനിക്കുന്നു. അതിനുശേഷം വീണ്ടും പുറകെ നടന്ന് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയുള്ള പലതരത്തിലുള്ള മോശമായിട്ടുള്ള പരാമർശം യൂട്യൂബ് ചാനലുകൾക്ക് നൽകുന്ന അഭിമുഖത്തിൽ ഇത് പലതവണ ആവർത്തിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഈ കേസെടുത്തു എന്ന വിവരം വന്നതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ താൻ ആ രീതിയിലല്ല, തന്റെ ഇന്റർവ്യൂകളെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്, താൻ പറയാത്തതൊക്കെ പറയുന്നുണ്ട്, അതിന് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒപ്പം ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം തന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകില്ല. ഹണി റോസിനോട് മാപ്പ് പറയാമെന്നൊക്കെ ബോബി ചെമ്മണ്ണൂർ വിശദീകരിക്കുന്നു. എങ്കിൽ പോലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഹണി റോസ് തീരുമാനിച്ചത്. അതിൽ നിന്നും പിന്നോട്ടില്ല. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തോടുകൂടി തനിക്ക് ഒരു വലിയ സന്തോഷമായി, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് ഹണി റോസ് ഈ കസ്റ്റഡിയിലെടുത്തതിന് ശേഷവും പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ സെൻട്രൽ പോലീസിൽ ഹാജരാക്കും, സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും, അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ഒരു ജാമ്യാപേക്ഷയുമായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ നീങ്ങാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. രഞ്ജിത്ത്, നമ്മൾ രാവിലെയൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞത് ഒരു മുൻകൂർ ജാമ്യം തേടിയായിരിക്കും ഈ ബോബി ചെമ്മണ്ണൂർ നീങ്ങുക. അതിനുശേഷം ചിലപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നാൽ പോലീസിന് പിന്നെ അറസ്റ്റിന് സാധ്യത ഉണ്ടാകില്ല. മുൻകൂർ ജാമ്യം കിട്ടിയതിനു ശേഷം
ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനുള്ള ഒരു സാധ്യതയൊക്കെയായിരുന്നു രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നുമല്ല, പോലീസ് നേരെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കം. ഇന്ന് കോയമ്പത്തൂരിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ട ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. അറസ്റ്റിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇനി എന്താണ് ബോബി ചെമ്മണ്ണൂരിന് പറയാനുള്ളതെന്ന് കൂടിയാണ് അറിയേണ്ടത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പോലീസിന്റെ ഈ ഒരു നീക്കം. ഹണി റോസ് പരാതി കൊടുത്ത് മണിക്കൂറുകൾക്കകം തന്നെ കുമ്പളം സ്വദേശിയെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുന്ന സാഹചര്യം. 30ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിന്റെ അന്വേഷണവും ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് സെൻട്രൽ പോലീസിൽ പരാതി നൽകിയെന്ന ഹണി റോസ് വ്യക്തമാക്കുകയും പിന്നീട് ഈ ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഇപ്പോഴെന്തായാലും അതിൽ ഒരു കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉടനെ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിക്കും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ, അറസ്റ്റ് അടക്കമുള്ള ഘട്ടങ്ങളിലേക്കായിരിക്കും അടുത്തതായി പോലീസ് നീങ്ങുക. ഇതിനിടയിൽ ഒരു ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതിനോടകം തന്നെ ചിലപ്പോൾ അഭിഭാഷകരുമായിട്ടൊക്കെ ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചിട്ടുണ്ടാകും. ഇതിന്റെ